Whisperer84 says, but dude again, waiting for Kishkinda Gandam. Remember, I'm your top 100 subscriber. Lol, the fact that you like Mugudan Unni and Log, I want to see your wavelength. Thank you for your comment. അത് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഫാക്ട് ട്രൂ, യു ആർ മൈ ടോപ്പ് 100 സബ്സ്ക്രൈബർ. സോ ഇത് എങ്ങോട്ട് പോയാലും ഐ വിൽ റിമെമ്പർ മൈ ഫസ്റ്റ് 100 സബ്സ്ക്രൈബേഴ്സ്, ദാറ്റ്സ് ഫോർ ഷുവർ, ഓർ മൈ 1000 സബ്സ്ക്രൈബേഴ്സ്. Okay, yeah, Kishkinda Gandam, I already had a lot of plan to watch it. Yeah, I skipped the intro because, like, it's a really good movie. I've heard a lot of really great feedback about this movie. I think correct twist and turn, suspense ഒക്കെ ഉണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. So let's get started without any further ado. Here we go. Okay. വികാരത്തിന്റെ പടവുകൾ കയറിയ ശേഷം നാടിനെയും ജനങ്ങളെയും മറന്നുപോയവരെ കേവലം ഒരു വിരൽത്തുമ്പ് കൊണ്ട് നിശബ്ദരാക്കാനുള്ള ഈ അവസരം സമർത്ഥമായി വിനിയോഗിച്ചുകൊണ്ട് ജന്മനാടിന്റെ ഹൃദയമിടിപ്പിനൊപ്പം ജീവിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീ അനിൽ ബേബിയെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താലേ ആളെ കാണുന്നുള്ളേട്ടാ. സാറിനെ പോയി കണ്ടോ? Okay. 1624/MPM. ലൈസൻസ് സ്ഥാനാർത്ഥി റിവോൾവർ ആണല്ലേ? ആ അതെ. ഓ, അടുത്ത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഇല്ല. ശരിയാണ്. എനിക്ക് എപ്പോഴും ഒരു ഫോൺ അല്ല ഒരു തോക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ലൈസൻസ് കിട്ടാൻ ഭയങ്കര പാടല്ലേ ഫോർ ലൈക്ക് റെഗുലർ പീപ്പിൾ. വാട്ട് കൊടുത്തോ? ഓ, ഇലക്ഷൻ ഇല്ല, ഒരു അപ്പൂളയും കൂടെ ഉണ്ട്. ഇതെന്താ കല്യാണമാണോ? രജിസ്റ്റർ മാരേജ്? ഓക്കെ. തോമസ് ഊട്ടി. അജയചന്ദ്രൻ KV. അച്ഛൻ്റെ പേര് അജയ് ചന്ദ്രൻ. നല്ല ദൂരത്തുനിന്നാണല്ലോ. കൊടുക്ക എവിടെ എത്തിയോ? എവിടെയാ? നിങ്ങളാണോ അജയൻ? അതെ, അപ്പുള്ള അച്ഛനാണ്. അതല്ല, അപ്പൂള്ള കൂടെ ഉണ്ടോ? സർ, ഞാൻ ഇപ്പോൾ വീട്ടിലില്ല. അച്ഛനോ? അച്ഛൻ വീട്ടിലുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ? അച്ഛൻ ലാൻഡ് ലൈൻ അങ്ങനെ ഉപയോഗിക്കാറില്ല സർ. അത് പുറത്തോട്ട് വിളിക്കാനല്ലേ, അങ്ങോട്ട് വിളിക്കുമ്പോൾ എടുക്കാമല്ലോ. അതുകൊണ്ടല്ലേ സർ അച്ഛൻ അത്ര കംഫർട്ടബിൾ അല്ലേ. എന്താ സർ സംഭവം? ഈ അപ്പുള്ള ഗൺ ലൈസൻസ് ഹോൾഡർ അല്ലേ? അതെ. ലൈസൻസ്ഡ് ഫയർ ആംസ് ഒക്കെ സറണ്ടർ ചെയ്യാനുള്ള നോട്ടീസ് കണ്ടിരുന്നോ? ഇല്ല. എന്നാ അങ്ങനെ ഉണ്ട്, മാൻഡേറ്ററിയാ. ഇന്നാ ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, വെരി ഇലക്ഷൻ നൈസ്. അല്ലേ സർ, ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. ഉച്ചയ്ക്ക് മുമ്പ് സ്റ്റേഷനിൽ എത്തിക്കണം. ഞാനൊരു 4:30 ആകുമ്പോൾ അങ്ങ് എത്തും. എന്നിട്ടായ ലേറ്റ് ആവുമോ സർ? അച്ഛൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. അത് ലേറ്റാവും. വീടെന്ന് പറയും സർ. ശരി, നേരിട്ട് പോയി എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. അയാൾ പൊട്ടിച്ച ഗണ്ണ്. തോക്കിന്റെ കേസാ? അതിന് നീ ഇത്ര ടെൻഷൻ അടിക്കുന്നതിന്? മൂപ്പര് ഈ സമയം കൊണ്ട് തപ്പിയെടുത്ത് കാണുന്നേ. തോക്ക് കാണുന്നില്ലേ? ഓന്നോ. കിട്ടിയിരുന്നു? ഇല്ല. എന്നിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അവന്മാർ കോർട്ട് മാർഷൽ ചെയ്യോ? വെളുത്തപ്പം തൊട്ട് അത് തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നേ. കിട്ടിയില്ലേ മരത്തിന്റെ ഒരെണ്ണം പണിയിച്ചു കൊടുക്കാമെന്ന് പറ അവന്മാരോട്. 1.5 പിസ്റ്റല്ല കോണത്തിലെ സർക്കിളിലും സർക്കിളും. കിട്ടുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം, നീ ഫോൺ വെക്ക്. ശിവട്ടെ, എനിക്ക് മനസ്സിലായി. പെറ്റീഷൻ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതുവാ. അച്ഛൻ Yeah, that makes sense. Why would you do that? നീ ഇവിടുത്തെ കാര്യം നോക്ക്. വാ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ഓക്കെ, ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സർ. ആരെങ്കിലും ഇയാൾ കൊന്നോ? That അച്ഛൻ ഗായ്. അപർണ, നീ എന്താ ഉള്ളിലേക്ക് വരായിരുന്നു? ഞാൻ ഇപ്പൊ എത്തിയേ ഉള്ളൂ. വിളി വന്നിട്ടില്ല. എന്തായാലും 2 മാസം നിങ്ങളെന്നാ വിട്ടോ, സമയമില്ല. ശരി, ഓൾ ദി ബെസ്റ്റ്. ഓ, This music is really good. Stranger Things പോലെ തോന്നുന്നില്ലേ ഈ മ്യൂസിക്? Yeah. Oh. Damn. പിസ്റ്റളാണല്ലേ? അതെ,
ഇതിപ്പോൾ 3ാമത്തെ വർഷം ലൈസൻസ് റിന്യൂ ചെയ്തിട്ട് അല്ലേ? അത് തന്നെ കെ അപ്പുള്ള ആ സാറേ. ആ സ്റ്റേഷൻ റെക്കോർഡ്സിലെല്ലാം ത്രൂ ആണ്. 2021 ഫെബ്രുവരിയിൽ ലൈസൻസ് പുതുക്കാൻ വേണ്ടി അവർ പിസ്റ്റൾ സറണ്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിന്യൂവൽ പരിപാടി കഴിഞ്ഞ് സാധനം നമ്മൾ റിട്ടേൺ ആക്കിയിട്ടുണ്ട് അല്ലേ? ഓ സാർ. ഈ ആർമി ഓഫീസർ ആയിരുന്ന ഒരാൾക്ക് ഇതിൻ്റെ വള്ളിക്കെട്ടൊക്കെ അറിയാവുന്നതല്ലേ? അവർ പോലും കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്താൽ പിന്നെ എങ്ങനെയാണ്? നിങ്ങൾ മകന് എന്ത് ചെയ്യുന്നു? ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് സർ. ശിവദാസ് ചേട്ടൻ്റെ ആ 2 ദിവസത്തെ ലീവ് അറിയിച്ചപ്പോൾ കല്യാണക്കാര്യം പറഞ്ഞിരുന്നു. കൺഗ്രാറ്റ്സ്. ഈ ഡെപ്പോസിറ്റ് ചെയ്യണ നോട്ടീസുള്ള നേരത്തെ അയച്ചതല്ലേ? എന്നിട്ട് ലാസ്റ്റ് മോനിലാണോ തോക്കണ്ടില്ല എന്ന് പറഞ്ഞു വരുന്നത്? ആരെങ്കിലും എടുത്ത് മിസ്യൂസ് ചെയ്താൽ നേരത്തെ അറിയിക്കേണ്ടതായിരുന്നു. ആലോചിച്ചിട്ടുണ്ടോ? Yeah. അല്ല, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ അധികം ആലോചിക്കുന്ന കൂട്ടത്തിലല്ല. പെറ്റീഷൻ ഇപ്പൊ ഇവിടെ വെച്ച് എഴുതി ഒപ്പിട്ട് തന്നാൽ മതിയെങ്കിൽ അത് കൊണ്ട് എഴുതി കൊടുക്കുക. പിന്നെ ഫലസ്ഥിതി ഇയാളെന്താ കുറയുമെന്നാണെങ്കിൽ നാളെ രാവിലെ വരാം സ്റ്റേഷനിലോട്ട്. വന്ന് കേറുന്ന ദിവസം തന്നെ പോറാക്കാനായിട്ട്. പുള്ളിക്ക് കളി പിടിയിട്ടിയ ലക്ഷണമൊന്നുമില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. എന്തായാലും റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തേക്ക്. എന്നിട്ട് വീട് നന്നായിട്ടൊന്ന് തരേ. സംതിങ് ഇസ് ഫിഷി. ലൈസൻസിന്റെ കോപ്പി ഇവിടെ അറ്റാച്ച് ചെയ്തേ. ഈ ഗൺ ആരുടെ അടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നാളെ ഞാനുണ്ട്. ആ ശരി ശരി. എന്തോ കള്ളകളി, നിങ്ങൾ അറിഞ്ഞോണ്ടുള്ള കളിയാണ്. യോബക സാധനമൊന്നുമല്ലോ ഡെയിലി എടുത്ത് പെരുമാറാൻ. ഒരു തോക്ക് പോലും നോക്കി സൂക്ഷിക്കാനൊക്കാത്ത ഇവരൊക്കെ അതിർത്തി കാക്കാനായിട്ട് പോയ ടീംസ് അല്ലേ? നല്ലതായിട്ട് ഇംപ്രസ് ആക്കാണോ അല്ലേ? ഫോണില് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ആളിത്തിരി ചിൽ പാർട്ടിയാണെന്ന് തോന്നിയിരുന്നു. എന്താണ് അച്ഛൻ ഇത് ബ്രദറാണോ? ഏട്ടന. ഓ ഹലോ, എങ്ങനെയുണ്ട് നാടൊക്കെ? പിന്നെ പൊളിയല്ലേ? ഞാൻ പണ്ടേ സ്റ്റാൻഡ് വിട്ടതാണ്. നാടുമായിട്ട് അത്രയും കോണ്ടാക്ട് ഇല്ല. പിന്നെ അവിടെ ഉണ്ടല്ലോ ഒരു ആഞ്ഞൂറാൻ അങ്ങേരുമായിട്ടും പറഞ്ഞു. പിന്നെ ബാംഗ്ലൂരിലോട്ട് എന്നാ ഇനി തിരിച്ച് അതോ ലീവാണോ? ഞാനത് റിസൈൻ ചെയ്തിട്ടാ വന്നേ. നോക്കാം, ബോറടിച്ചു. ഒന്ന് പണി ഞാൻ പിന്നെ വിളിക്കാം. ഗുഡ് നൈറ്റ്. പണിയുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പണി എടുക്കാതെ ജീവിക്കുന്ന സുഖം അതൊന്നും ആക്കിയതല്ലേ എന്നൊരു സംശയം. ബോറായി ആക്കിയതാ. മാഷൊക്കെ എന്ത് വിചാരിച്ച് കാണും? ഏയ് അതൊന്നുമില്ല, അച്ഛൻ കൂളാ. അച്ഛൻ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല. ആ മണിയനോട് നാളെ 2 ആളെയും കൂട്ടി വരാൻ പറയണം. അതൊക്കെ പിന്നെ ഈ 70-ാം വയസ്സിൽ ഞാൻ തന്നെ മരത്തെ വലിച്ചു കയറണോ? ഓക്കേ, വെരി നൈസ്. It's very nice, man, these shots. Okay. എന്താ റേഡിയോ? ഞാൻ വിചാരിച്ച തോക്കാന്ന്. ഹനുമാനും സുഗ്രീവനും ഒഴികെ സകല വാനരപ്പടയും ഈ നാട്ടിലുണ്ട്. ഓ, ഒരിക്കൽ വീട്ടിലെ റേഡിയോ കാണാതായി. 1 മാസത്തോളം കഴിഞ്ഞ ദേ ഈ കൊമ്പി തൂങ്ങി കിടക്കുന്നുണ്ട്. എടുക്കാൻ അത്ര ഉയരത്തിലല്ല. അപ്പൊ തോക്ക് മിസ്റ്റേക്കൺ ബൈ കുരങ്ങൻ. ഒരുപാട് പേര് വന്നു. ആളുകളുടെ കമന്റ് അടിയും വാവൊളിപ്പൊക്കെ കണ്ടപ്പോ എന്നാ പിന്നെ ഇനിയുള്ള കാലം എല്ലാവർക്കും ഒരു കൗതുകമായിട്ട് അത് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് അച്ഛൻ ഓർഡർ ഇട്ടു. അക്കണി വെച്ചൊക്കെ ചെക്കൻ കുരങ്ങനെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. ചാച്ചുവോ? ചാച്ചു അച്ഛൻ്റെ റൂമിന്നാ? സ്ഥിരം പ്ലേലിസ്റ്റ്. ഇത് മാത്രം താനൊന്ന് സഹിക്കേണ്ടി വരും. നോർത്ത് ഈസ്റ്റ് ഫോക്ക് ആണല്ലോ. അറിയോ? പണ്ട് ഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് ഒരു വോളണ്ടിയർ ക്യാമ്പിന് പോയിരുന്നു. നാഗാലാൻഡ്, മിസോറാം, അങ്ങനെ. അച്ഛനുണ്ടായിരുന്നു കുറേ നാൾ, അരുണാചൽ. കേസിൽ ഈ വഴിക്കൊന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? അല്ല, ഈ കൊരങ്ങന്മാർക്ക് എടുത്താൽ ഞാനും പറഞ്ഞ പോകാൻ തോക്ക്. അപ്പൊ ഇന്നലെ രാത്രി അച്ഛനായിട്ട് ഓർഡർ താൻ കേട്ടില്ലേ? മണിയൻ. യെസ്. അതെന്താ ചെരുപ്പാൻ പറ്റാണ്.
ഇറച്ചല്ലേ പിടിക്കൂ. ഇതിപ്പോൾ കള്ളനാണെങ്കിലും കുരങ്ങനാണെങ്കിലും എടുത്തങ്ങ് പൊട്ടിച്ച കുഴയും. പിന്നെ ഈ മരം കയറാനും കുലുക്കാനുള്ള ആവശ്യമൊന്നും നാട്ടുകാർ കാണിക്കില്ല കേട്ടോ. അപ്പം ഞാൻ വിടട്ടെ, ഇന്നെനിക്ക് പുറത്താ. It's kind of creepy actually. He knows something, man. He's like closing all these documents ഒക്കെ ഒളിപ്പിച്ച് വെക്കുന്നു. എന്തൊക്കെയോ something going on. He knows something. ശരിയല്ലേ? 10 വർഷമായിട്ട് തൂണ് മാത്രം പണിത് വെച്ചിരിക്കുന്ന ഉൾച്ചി ഫ്ലൈ ഓവറിൽ നാട്ടുകാർ പച്ചക്കറി കൃഷി തുടങ്ങി, പയറും വെള്ളരിയും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യം പറഞ്ഞ് ജനങ്ങളെ മണ്ടന്മാരാക്കാൻ നോക്കണ്ട. അങ്ങനെ മണ്ടന്മാരാക്കാം. ഒരു മിനിറ്റ്. Please stop doing that, bro. മാഷെ പയ്യെ തലവേദന ഉണ്ടാക്കി വയ്ക്കുമോ? നിങ്ങളല്ലേ ഇയാളെ വീട്ടിൽ തന്നെ ഇരിപ്പാണെന്ന് പറഞ്ഞു. പുറത്തധികം പോവാറില്ല. ഇയാള് ആർമിന്ന് പിരിഞ്ഞിട്ട് എത്രയായി? 10-15 കൊല്ലമായി കാണും. മൂപ്പരുടെ ജാതി കേട്ടിട്ടുണ്ടല്ലേ? ഷൈജു സാറിന് അതിന്റെ ഒരു ചൊവ്വ പിടിത്തം. ജഗദീഷിന് ഇങ്ങനെ റോളില് ഞാൻ പ്രതീക്ഷിച്ചല്ലോ. സുമേത്തൻ ചേട്ടാ, ജഗദീഷ് ഇങ്ങനെ ഒരു റോളിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ഒരു സാധാരണ ഒരു ട്രഡീഷണൽ. നീ നടന്നോ, ഞാൻ വന്നോളാം. അല്ല അവിടെ എല്ലാരും എത്തി. തുടങ്ങുമ്പോഴേക്ക് എത്തിക്കോളാന്ന്. ഓ, അപ്പോൾ ഇവർ ജസ്റ്റ് മീഡിയേറ്റേഴ്സ് ആണ്. അതെ, ഇത് ഡീൽ ചെയ്യുന്നത് വേറെ ചെയ്യാം. കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം, അതും പാരന്റ്സിനെ നേരിട്ട് വെരിഫൈ ചെയ്താലേ നമ്മളെ അവരുമായിട്ട് കണക്ട് ചെയ്യുള്ളൂ. ശരി, ഓക്കെ. അങ്ങനെയാണ് പോളിസി. പ്രശോഭ കണക്ട് ചെയ്തോ. അപ്പൊ നിങ്ങൾ സംസാരിക്കേ, ഞാൻ ചച്ചു ആരാ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. പിന്നെ അവിടെ അപർണ ചേച്ചി, അല്ല പുള്ളിക്കാരിക്ക് ഇതൊക്കെ ഓക്കെ ആയിരിക്കുമല്ലോ അല്ലേ? എന്തൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുള്ളത്. അല്ല ഞാൻ ജസ്റ്റ് ഓക്കെ. എനിവേ കഴിഞ്ഞിട്ട് വിളിച്ചാൽ ശരിടാ. That's okay. Okay, then we'll start. Sure. Since when do you know Gaurav? Actually, I don't know him in person. He's a colleague of Prashobha. Oh, your in-law. So आप कभी नहीं मिले उनसे? No, actually it's like they had a chat and put me. Chandran KV. Yes. And mother's name Praveena Ajay Chandran. Where's Praveena? She's. She can join if she wants to. No, I mean she passed actually. 2 years now it's been. Oh, sorry. Oh. How old was Chachu at the time of missing? 7. And date of missing? 3 years back. Oh. March 20th, 2021. Okay, so Okay. yeah, like initially with the classified languages he was familiar with? Only Malayalam, but he could understand English to an extent. Acha. Alright, Ajay. Ye sab I will forward it to the higher desk. They'll reach you once the paperwork's submitted. Thank you. Okay, so ചേട്ടാ ഇത് Praveena was his ex-wife and they had a son named Chachu, who's now missing. ഇത്തവണ കൂട്ടൊന്ന് മാറ്റി പിടിച്ചിരിക്കും. ബേബി സാറിന് കോൾ ഉണ്ടല്ലോ. കൊടുത്തു താനീ ആഴ്ച മൊത്തം ലീവ് ആയിരിക്കും എന്ന് കരുതിയേ. പുതിയ ആളൊക്കെ വന്നതല്ലേ? ട്രിപ്പൊന്നുമില്ല ജയ. ഏ ഇത്തിരി പ്രകൃതിയുടെ അസുഖമുള്ള ആളാന്നല്ലേ പറഞ്ഞേ. ആ കാട്ടിലെങ്കിലും ഒരു ദിവസം കൊണ്ടുപോയി കറക്ക്. ബാംഗ്ലൂർ എന്തായിരുന്നു? IT തന്നെയാ? IT തുടങ്ങിയേ. ഇൻട്രസ്റ്റ് പോയപ്പോൾ ബാധിക്ക് വിട്ടു അത്ര. പിന്നെ MSW പഠിച്ചു. അതിന്റെ സിലബസ് മേക്കിങ് മറ്റോ ബാംഗ്ലൂർ. അങ്ങനെയല്ലേ അജേട്ടാ?
അല്ലേ? ആ ഞാൻ ഉടനെ എത്താം, ഒരു 10 മിനിറ്റ്. ശരി. ഇതാ ഇതും കൂടെ ഉണ്ട്. അതെ, ഫോറസ്റ്റ് വെടി പൊട്ടിയിട്ടുണ്ട്. പട പിന്നെ ഇറങ്ങിയാ നമുക്കൊന്ന് പോയിട്ട് വരാം. നമ്മുടെ ഷൈജുവാ വിളിച്ച്, അവനിപ്പോ സ്പോട്ടിലുണ്ട്. എവിടെയാ? കല്ലേപ്പത്തി നിന്ന് മേളിലേക്കുള്ള ട്രക്ക് വേ ഇല്ലേ അവിടെ. 10th ബ്ലോക്ക് അല്ല, ആ ടോണി, ആ ജീപ്പിന്റെ പക്ഷെ തോക്കെങ്ങാനും ആണോ? 11ഉം 12ഉം ആണ് ബൗണ്ടറിയും തോന്നുന്നു. നമ്മുടെ ഒരു ബോർഡിലിട്ട് അവന്മാരുടെ പണി. ബെസ്റ്റ്. ഈ കാട്ടിലേക്കാണ് രാജ്യം ട്രിപ്പ് കൊണ്ടുപോകാൻ പറഞ്ഞത്. ഒന്നടങ്ങിയതായിരുന്നു നാട്ടുകാരെ പറയിപ്പിക്കാനായിട്ട്. നിങ്ങൾ ചുമ്മാ എന്തോ വശപ്പിശകുണ്ട് ഇയാളുടെ കേസിൽ. വിജയരാഘവൻ ആൻഡ് ജഗദീശൻ. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ആയുധ പരിശീലനം നടത്തിയതിന്റെ പേരിൽ 2 പേരെ തണ്ടർ ബോട്ട് സേന അറസ്റ്റ് ചെയ്തിരുന്നത്. ഇത് എത്ര നേരം നിങ്ങൾ തിരിച്ചു പറയുന്നു? പാസ്പോർട്ടിനൊന്നല്ല അപ്ലൈ ചെയ്തിരിക്കുന്നത്. മാനേജ് സർ പോയില്ല. സെർവർ അപ്ഡേഷൻ നടത്തിയപ്പോൾ അത് അങ്ങനല്ല. കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. സദാ പറഞ്ഞേ, ചെക്ക് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ചെക്ക് ചെയ്യണോ? അല്ല സർ, ഒറ്റ മിനിറ്റ്. പക്ഷേ ഈ എക്സ്ക്യൂസ് പറഞ്ഞ നേരത്തിന്റെ പകുതി മതിയല്ലോ അതിനായിട്ട്. അതൊന്നും ചെയ്യാണ്ട് വെറുതെ ബാക്കപ്പ് പെട്ടെന്ന് ചെക്ക് ചെയ്യാവോ? എന്തോ കൺഫ്യൂഷനാ പറയണേ. സാർ മുമ്പോടെ വന്നിട്ടുണ്ടോ ഇതേ കാര്യം ഓ, പറഞ്ഞു? മുൻപരിചയം നോക്കിയിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പുപ്പിള്ള എന്നാണോ സാറിന്റെ പേര്? അതെ. വയസ്സ് 70, ചോദ്യ നക്ഷത്രം, തുലാം രാശി. Dude, these kind of people are the worst. സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. സാർ കൊട ഉണ്ടായിട്ടില്ല. ആയുധ പരിശീലനം നടത്തിയതായിരിക്കാമെന്ന നിഗമനത്തിലാണ് നാട്ടുകാരും പോലീസും. നീ അല്ലേ പറഞ്ഞ അവർക്കും ആവശ്യങ്ങളുണ്ട്. ഓക്കെ, സോ ഇത് അറിയാതെ കുട്ടികളല്ല. പണ്ട് കാലത്തെ തോന്നിയാസം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ. നിന്റെ കൊള്ളിക്കലും പതോളടുത്ത് മതി, എന്റെ നെഞ്ചത്തോട്ട് കയറണ്ട. കള്ള് വാറ്റി കൊടുത്തിട്ടും കൂജ തൂക്കിയിട്ടും താൻ എത്ര കാലം കൊണ്ടുവന്ന് നോക്കാം. പിടിപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രകാശനല്ലേ. ഇവിടെ ടെമ്പററി വാച്ചറാ, കേട്ടിട്ടുണ്ടാവല്ലോ. പ്രൊഫൈൽ ഇതാണ്, എല്ലാരും അറിയുന്നു. 40 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ്. അതൊക്കെ പുള്ളി അന്നേ വിട്ടു. പക്ഷെ അറിയാലോ, അങ്ങനൊരു ലൈൻ ഉണ്ടായിരുന്നില്ല. ഗംഗെ പോയി മുങ്ങി എന്ന് പറഞ്ഞാല് നാട്ടുകാരെ ആ കണ്ണിലെ കാണും. റിവോൾവറോ പിസ്റ്റളോ ആവാം, എന്തായാലും ചെറിയ തോക്കാണ്. ഓ നോ. നീ എന്നിട്ട് അച്ഛനോട് ഇതൊക്കെ ചോദിച്ചോ? എന്തെന്ന് പറഞ്ഞു ചോദിക്കാൻ? ചോദ്യം പോലല്ല, ഇങ്ങനെയൊക്കെ ആ ബലിസ്റ്റിക്കാര് പറഞ്ഞെന്ന് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തട്ടിവിടെ. ഒരു പിസ്റ്റളിന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഏട്ടനും ഉറപ്പിച്ചോ അത് അച്ഛനെയാണെന്ന്? ഞാൻ കണ്ടതിന്റെ ശേഷമല്ലേ മോനെ നീ അച്ഛനെ കണ്ടിട്ടുള്ളൂ. പഴയ ഒത്ത ടീംസാ രണ്ടാളും. അയാൾ ഇപ്പോഴും അച്ഛനെ കാണാൻ വരാറുണ്ടോ? സുമൻ ചേട്ടനോ? ഓ അങ്ങനെ വരില്ല. കാര്യം നമ്മളെ എടുത്തുകൊണ്ട് നടന്ന ആളൊക്കെയാ, പക്ഷെ വലിയ കണക്ഷന് പറ്റിയ പാർട്ടിയാന്ന് അന്നും ഇന്നും എനിക്ക് അഭിപ്രായമില്ല. എന്താ പറഞ്ഞേ? ഓ ബോൺജോ. നോക്കട്ടെ. Oh man, okay, this is sad actually. He lost his son. Chachu. 7:30. അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കണോ? എത്തിക്കോളൂ. ഈ സമയമൊക്കെ അച്ഛന് നോർമലാ. എന്തേലും വാങ്ങാനാണെങ്കിൽ തന്നെ നേരിട്ട് പോണോ? പറഞ്ഞാരെങ്കിലും വാങ്ങിച്ചോണ്ട് വരില്ലേ? ചില കാര്യങ്ങൾ ഭയങ്കര കണിശു അച്ഛന്. ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. സഹായിക്കാൻ ഇറങ്ങിയാലും സമ്മതിക്കില്ല. എന്തോ ഉണ്ടല്ലോ. അച്ഛൻ വണ്ടിയിലെ പെട്രോൾ ലെവൽ നോക്കിയോ? ആ ഇറങ്ങും. പെട്രോൾ തീർന്നതാണോ അതോ ഇയാൾ തീർത്തതാണോ? ഞാനും വരാം. ഞാൻ വീട്ടിൽ നിന്ന് താമസിക്കുന്ന അടുത്ത് ഒരു കുരങ്ങനുണ്ട്. വർക്കല റെയിൽവേ സ്ഥലം വർക്കലയാ. സോ വർക്കല റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിൽ പല സ്ഥലത്തുമൊക്കെ മാറി മാറി നടക്കുന്ന ഒരു ബജ്റംഗ് ബലി.
ഓ ഇതിനും കയറി ചൂടാവുക. ഓക്കെ, അടിപൊളി. ഫോൺ വിളിച്ചാൽ കിട്ടാത്ത എവിടെയെങ്കിലും പെട്ടുപോയിരുന്നെങ്കിലോ? ഇയാളെന്താ ഇങ്ങനെ? എനിക്ക് ഇവിടെ ആക്കിയിട്ട് പോണം. ഓ ഷീ ക്യാൻ ഡ്രൈവ്. ഓക്കെ ഫൈൻ. What are you trying to do, man? ഇതിൽ എവിഡൻസ് ആണോ ഒത്തിച്ചു കളഞ്ഞ? ഞാനൊന്ന് നോക്കട്ടെ. ഇത് മതിയോ? നല്ല കാടാ അവിടെയൊക്കെ. ഞാൻ പോയി ടോർച്ച് എടുത്തിട്ട് വരാം. നിങ്ങൾ എപ്പോഴൊക്കെ ഈ ഭാഗത്ത് വരാറുള്ളത്? ഇങ്ങോട്ടങ്ങനെ ആരും വരാറില്ല. ഓ, ഇതിനു മുമ്പ് ഇതുപോലെ എന്തെങ്കിലും കത്തിക്കരിഞ്ഞ് കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഏയ്, ഇങ്ങനെ തീയും കണ്ടിട്ടില്ല? ഇല്ല. ഇവിടുത്തെ നിലം കാണുമ്പോൾ എന്താ അങ്ങനെയല്ല കേട്ടോ തോന്നുന്നേ. ഇതാ നിങ്ങൾ നോക്കി, ഈ ചുറ്റുവട്ടത്തൊക്കെ ഏകദേശം ഒരേ ലെവലിൽ കാട് വളർന്ന് നിൽക്കുന്നുണ്ട്. ഈ പറമ്പിൻ്റെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ. പക്ഷേ ഈ തീ ഇട്ടതിന് ചുറ്റും മാത്രം 2-2.5 അടി ചുറ്റളവിൽ വലിയ പ്രായമില്ലാത്ത കുറ്റിപ്പുല്ലാണ്. മണ്ണിളക്കി നോക്കിയപ്പോൾ കരിയും കാണുന്നുണ്ട്. ഈ ഭാഗത്ത് ഇതിനു മുമ്പ് ഇതുപോലെ തീ ഇടാറുണ്ടെന്ന് ഉറപ്പാ. അവനപ്പുറം എൻ്റെ തന്നെയാണ് കൊടുത്തു. ഓ, കോട്ടയംകാരെടുത്തു എന്ന് പറഞ്ഞ സ്ഥലം. ആ, ഓക്കെ. ഈ തീയിട്ട സ്ഥലം ഇപ്പോഴും നിങ്ങളുടെ അതിർത്തി തന്നെയല്ലേ? അളപ്പിക്കേണ്ടി വരില്ലല്ലോ അല്ലേ? ഇവക്ക് അതൊന്ന് പോലീസ് ലൈനിൽ കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു. ആ, അത് നന്നായി. വല്ലപ്പോഴും അല്ലേ അങ്ങനെ പോലീസ് കളിക്കാറുള്ള ചാൻസ് കിട്ടാറുള്ളൂ. എടാ, സുമദത്തൻ ചേട്ടൻ ഇങ്ങോട്ട് വരാറുണ്ടോ? ഇല്ല. എന്തേ? അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് സുമൻ ചേട്ടനെ പോയി കാണാറുണ്ടെന്നൊരു പറച്ചിലുണ്ട്. കല്ലേപ്പത്തി വെടിവെപ്പ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേഷനിലും അങ്ങനെ ഒരു ടോക്കുണ്ട്. അല്ല, ഒന്നിനും പോവില്ല എന്നറിയാം. എന്നാലും കുറച്ച് നാളത്തേക്ക് കമ്പനി ഒന്ന് വിട്ടുപിടിക്കാൻ പറ. നമ്മളായിട്ട് എന്തിനാ വെറുതെ, അല്ലേ? ബെൽഗാം എന്ന് വെച്ചാൽ കർണാടകയിലല്ലേ? ബോഡിയാണോ? സുമദത്തൻ കിട്ടുമെന്നുള്ള ഉറപ്പായിരിക്കുമല്ലോ അല്ലേ? എടോ, ഇതൊക്കെ ഉള്ള കാലത്തും അച്ഛനൊന്നും ഒളിച്ചു കളിച്ചിട്ടില്ല. ആളെല്ലാ കാര്യത്തിനും സ്ട്രെയിറ്റ്. ഈ പഴയ നിലമ്പൂർ കേസൊക്കെ അച്ഛൻ പറഞ്ഞു തന്നെ ഞാനും കേട്ടിട്ടുള്ളത്. നിലമ്പൂർ കേസോ? 70s ഈ ഭാഗത്ത് നെക്സൽ മൂവ്മെന്റ്സ് സ്ട്രോങ് ആയിരുന്നു. മുൻസിഫ് അച്ചാച്ചൻ നല്ല ഹോൾഡുള്ള പാർട്ടി ആയതുകൊണ്ട് എങ്ങനെയൊക്കെ കേസിൽ നിന്ന് ഊരിയെടുത്തു. പിന്നെ പക്ഷെ അച്ഛനെ നാട്ടിൽ നിർത്തിയില്ല, കൈയോടെ കടത്തി. അതിനുശേഷം ഈ പട്ടാളവും പദവിയൊക്കെ. അച്ഛൻ വൈബാണല്ലോ. ഇവിടുത്തെ സിഗ്നലിന്റെ അവസ്ഥ അറിയാലോ. എന്തു പറ്റി? ചച്ചുവിൻ്റെ കാര്യം പറഞ്ഞൊരു മെയിൽ വന്നിട്ടുണ്ട് കർണാടകത്തിൽ നിന്ന്. He's been missing for too long, man. I don't expect to get him alive. മിസ്സിംഗ് ആയ ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും പൊള്ളാച്ചിയിലും തിരുപ്പൂരും വെച്ച് ചച്ചുവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചച്ചുവിനൊരു ഗെയിം ഉണ്ടായിരുന്നു, അതിന്റെ പേരോർക്കാൻ നോക്കിയതാ. രാവിലെ എഴുന്നേറ്റാ തുടങ്ങും. ഭയങ്കര ക്രേസ് ആയിരുന്നു. 6 ലെവലിൽ കൂടെ കഴിഞ്ഞാൽ ട്രഷറൊക്കെ കിട്ടും എന്ന് പറഞ്ഞു. ട്രഷർ പ്രൈവറ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങിയ ശേഷം പ്രത്യേകിച്ച്. പിന്നെ എങ്ങനെ ഗെയിമിന്റെ പേര് കിട്ടാൻ?
Okay, so eh? Okay, ഇത് ലൂപ്പാണല്ലോ. സീറ്റ് പോരാ. അതാ ആദ്യമേ പറഞ്ഞത് ആളുള്ളപ്പോൾ വരാൻ. What do you know, man? ശരി, അത് ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. ചേട്ടൻ ഈ ഡീറ്റെയിൽസ് മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി. മുഴുവൻ പേര്? ആ തന്ന കടലാസിലുണ്ട്. വീട്ടുപേര്? അതും അതിനകത്തില്ലേ? ഭാര്യ? ചേട്ടൻ്റെ ഭാര്യയുടെ പേരാ ചോദിച്ചേ. അവളില്ല, മരിച്ചു. മക്കള്? അജയചന്ദ്രൻ KV. ഒരാളൂടി ഇല്ലേ? എല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നേ? പേരാ Oh, ചോദിച്ചു. he cannot remember. പ്രസാദചന്ദ്രൻ KV. ചേട്ടാ, കുറച്ച് ഡീറ്റെയിൽസ് കൂടി വേണം. ചേട്ടൻ ബുദ്ധിമുട്ടുണ്ടെന്നില്ല. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാലും മതി. അതായിരിക്കും ബെറ്റർ. പേരെടുത്ത് തന്നെ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ലാത്ത പോലെ. എന്നിട്ട് പിന്നെ അച്ഛൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാ ശരിക്കും സ്ട്രക്കായി. ആകെ 10 താഴെ കോണ്ടാക്ട്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഓരോന്നിൻ്റെയും ബ്രാക്കറ്റിൽ ആരാ എന്താന്നൊക്കെ സേവ് ചെയ്ത് വെച്ച രീതിയിൽ. Okay, so he don't remember anything. കുറച്ച് കാര്യങ്ങൾ സംശയങ്ങളാണ്, പക്ഷെ ഉറപ്പാക്കാണ്ട് പറയാനും ഒരു വിളിച്ചിരുന്നു. വിളിയും പറച്ചിലും മാത്രം പോരാ, കാര്യം നടക്കണം. അവനോട് ചുണ്ടമള്ളം പണിയാണെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു ഡോർ ലോക്ക് ശരിയാക്കാനല്ലേ. ഞാൻ വിളിച്ചു നോക്കാച്ച. So he remembers some things. എനിക്ക് ഇന്ന് തന്നെ എൻ്റെ വാതിൽ ശരിയാക്കി കിട്ടണം. അത് നീ പെരുന്തച്ഛനെ വിളിച്ചാലും തിരക്കിട്ടില്ല. അച്ഛനല്ലാതെ ആരാ റൂമിൽ കയറിയില്ല അച്ഛന് മനസ്സിലാവും. എനിക്കിതാ മനസ്സിലാവാതെ. വീട്ടിൽ തന്നെ ഉള്ള ഒരാൾ റൂമിൽ കയറാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അച്ഛനത് ഇഷ്ടമല്ല, അച്ഛൻ റിയാക്ട് ചെയ്യും. ഇത് അച്ഛൻ്റെ മുറിയിൽ നിന്ന് കിട്ടിയതാ. He knows something. അച്ഛൻ ഇൻസുലിൻ ടാബ്ലറ്റ്സ് മാത്രമേ കഴിക്കാറുള്ളൂ എന്നല്ല പറഞ്ഞത്. ഇത് ഇൻസുലിൻ സ്ട്രിപ്പ് അല്ല, ആൻറ്റി ഡിപ്രസൻസിൻ്റെ ഒക്കെ കൂട്ടത്തിൽ വരുന്ന. ഗൂഗിൾ ചെയ്തപ്പോൾ ന്യൂറോ പേഷ്യൻസിന് ഈ ഒരു ടൈപ്പ് അധികം പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഇൻസിഡൻ്റ് കൊണ്ടല്ല, പലരോടും അച്ഛൻ പറയുന്നതും പെരുമാറുന്നതും ഒക്കെ കുറച്ച് സ്ട്രേഞ്ചാ. നോട്ട് പാഡ് അതിൽ നോക്കി വായിച്ചെടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ ഓരോ ചോദ്യങ്ങളും കുശലങ്ങളും ഒക്കെ. Okay, so he has something like Parkinson's or Alzheimer's. Okay. അന്ന് രാത്രി കാറ് സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചില്ലേ? എനിക്കിപ്പോൾ അതിലും ചെറിയൊരു ഡൗട്ട് ഉണ്ട്. വീട്ടിലേക്കുള്ള വഴി കൺഫ്യൂസ്ഡ് ആയി അച്ഛൻ നിന്നതാണെങ്കിലോ? Oh, right. She has a fair point actually. അച്ഛന് ചെറിയ ഓർമ്മക്കുറവിന്റെ പ്രശ്നങ്ങളുണ്ട്. He knew. നീ ഇപ്പൊ ചെയ്ത പോലെ ഇതാദ്യം നോട്ടീസ് ചെയ്ത് പറഞ്ഞത് ചച്ചുവാ. Oh. ഒരിക്കലും അച്ഛനോട് ഞങ്ങളത് സൂചിപ്പിച്ചു. താൻ പറഞ്ഞ പോലെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താലോ എന്ന്. Okay. അച്ഛനെ ഞാനങ്ങനെ കണ്ടിട്ടേ ഇല്ല. Oh. ആർമിന്ന് കേൾക്കുമ്പോഴേ പുള്ളിയെ കൊണ്ടുവരുമല്ലോ. സംസാരം പൊതുവെ കുറവാന്ന് അറിയലാണല്ലോ. അമ്മ മരിച്ചതിന് ശേഷം കൂടുതൽ സൈലന്റാ.
കേസിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും യാതൊരു ക്ലൂ ഇല്ല എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഇൻക്രെഡിബിൾ മാൻ. അജയൻ പോലും അറിയുന്നതിൽ പുള്ളിക്ക് താല്പര്യമില്ല. ആരോടും അധികം സംസാരിക്കാത്തതും വീടിൻ്റെ പുറത്ത് അധികം സോഷ്ടാകാത്തതുമൊക്കെ അയാളുടെ സ്ട്രാറ്റജിയായി. കളി കൈവിട്ടു പോകുമെന്നുള്ള പേടി. He's a proud man. I know people like that. അങ്കിളിന് അച്ഛന് മനസ്സിലായി കാണില്ലേ? That അയാൾക്ക് എന്തൊക്കെ ഓർമ്മയുണ്ട്, എന്തൊക്കെ ഓർമ്മയില്ല, God knows. അങ്കിൾ എപ്പോഴും ഇത് ആദ്യമായിട്ട് നോട്ടീസ് ചെയ്തത്? പിള്ളേടേത് ഒരുതരം ഒബ്സസീവ് പെർഫെക്ഷനിസം ആയിരുന്നു. അൺകോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡ്. ഒരു ചെറിയ എറർ പോലും സ്വന്തം കയ്യിൽ നിന്നോ പറ്റാൽ നിന്നോ വരരുതെന്നുള്ള കാര്യത്തിലൊക്കെ എക്സ്ട്രീംലി സ്ട്രിക്റ്റ്. കക്ഷിയുടെ മറവി ആദ്യമൊക്കെ ഫ്രണ്ട് സർക്കിളിൽ ഒരു തമാശയായിരുന്നു. മറവിക്കാരൻ സർവീസ് പിസ്റ്റൾ. പിള്ളയ്ക്ക് ഒരു തരത്തിലും കവറപ്പ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ ആയത് മാറി. സത്യത്തിൽ കുറെ മുമ്പ് തന്നെ അയാൾക്ക് അറിയാമായിരുന്നു സംതിങ് വാസ് നോട്ട് റൈറ്റ് വിത്ത് ഹിം. മെഡിക്കൽ ചെക്കപ്പ് ഞങ്ങളുടെ തന്നെ ടീമിലെ ഒരാൾക്ക് ആ ഗൺ കോയിൻസിഡൻ്റലി തിരിച്ചു കിട്ടിയത് ക്വാർട്ടേഴ്സിലെ വാഷിംഗ് മെഷീൻ. പിള്ളയുടെ സർവീസ് റെക്കോർഡ്സ് നല്ലതായതുകൊണ്ടും പിന്നെ പുറത്തറിഞ്ഞാൽ ഫോഴ്സിന്റെ ഗുഡ്വില്ലിനെ ബാധിച്ചേക്കുമോ എന്ന കൺസേൺ കൊണ്ട് മാത്രമാണ് ടോപ്പ് അതോറിറ്റീസ് ഈ കാര്യം പുറത്തുവിടായിരുന്നു. അച്ഛൻ ആർമിയിൽ നിന്ന് വന്നിട്ടിപ്പോൾ ഈ 16 വർഷമായിട്ടും അച്ഛൻ ഇതിനു വേണ്ടി മാത്രം ശ്രമിക്കുന്നത്. അച്ഛൻ്റെ മറവിയെക്കുറിച്ച് വേറെ ആരും അറിയാതിരിക്കാൻ, അതൊറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ. അപ്പോൾ അതിനെടുക്കുന്ന സ്ട്രഗിളൊന്നും ആലോചിച്ച് നോക്കി. അച്ഛൻ അങ്ങനെ ഒരാള് നാട്ടിലും സർവീസിലും ഒക്കെ അച്ഛനുണ്ടെന്ന റെപ്യൂട്ടേഷനും അതാ. കുഴപ്പമില്ലടാ, ഞാനോട് പോയിക്കോളാം. ശരി, ഓക്കെ. ഇതാണോ സുമദത്തൻ? He's good. എവിടെ നിൽക്കുന്നു? Dude, that's not a good idea. ചച്ചുമായിട്ട് എങ്ങനെയായിരുന്നു? ചച്ചുന് 2.5 വയസ്സുള്ളപ്പോഴും മറ്റോ പ്രവീണൊക്കെ ആദ്യമായിട്ട് ഡയഗ്നൈസ് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് ടെസ്റ്റും ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഫുൾ ടൈം ഓട്ടം. Diagnosis means cancer? അച്ഛൻ തന്നെയായിരുന്നു അവന് കൂട്ട്. അച്ഛൻ്റെ ഈ മിലിറ്ററി ചിട്ടുകൊണ്ടുള്ളൊരു ഇതിനും അംഗമായിരുന്നു ഏട്ടനൊക്കെ ആയിട്ട്. വേറെ എന്തെങ്കിലും ഉണ്ടാവും? ചച്ചു മിസ്സിംഗ് ആയതില്? ഹലോ, ആ ഈ സ്ഥലം ആ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പ്രവീണ ചേച്ചിയുടെ ചെക്കപ്പിന് പോയ ദിവസമായിരുന്നു. അതെ, രാത്രി തിരിച്ചു വന്നപ്പോഴാണ് ചച്ചുവിനെ കാണാനില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നത്. എന്നുവെച്ചാൽ അച്ഛനും ചച്ചുവും മാത്രം ഉണ്ടായിരുന്ന സമയത്ത്. അന്ന് ചച്ചുവിന് എന്താ സംഭവിച്ചതെന്ന് He knows something, that's for sure. Don't know what. എന്ത്?
വിളിക്കാം. എന്നാ പോയി വിളിക്കുക. ആരുടെ നോക്കി നിൽക്കുന്നത്? ജോയി ഈ സ്ഥലം വാങ്ങിയിട്ട് 2 വർഷമായിട്ടോ. ആരടുത്തുനിന്നാ വാങ്ങിയത്? അപ്പുറത്ത് താമസിക്കുന്നവരുടെ ആയിരുന്നു സ്ഥലം. ഒരു അപ്പുപിള്ള. എടാ, ഞാൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞല്ലേ, നീ എന്താ ഇങ്ങോട്ട് വന്നേ? Oh shit. Oh തറയ്ക്ക് shit. കുഴിയെടുക്കുമ്പോൾ പണിക്കാരാ കണ്ടത്. നീ ഇവനെ കൊണ്ട് വീട്ടിലോട്ട് ചെല്ല്, ഞാൻ പോകുന്നതിന് പോകട്ട് വരാം. Okay. ആരുടെ എന്തെങ്കിലും ഫോറൻസിക്കാരെത്തിയിട്ടില്ല, അവർ വന്നിട്ടായിരിക്കും ബാക്കിയൊക്കെ. Oh no. Oh no. Oh no. Yeah, that's definitely him. അല്ലെങ്കിൽ വരുൺ പ്രഭാകർ, ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പാണ്. Alright guys, I think that would be a good time to wrap it up for part 1 of Kishkinda Kandam. Okay, I really like movies like this. I cannot emphasize how much I love these kind of movies. I think ഇപ്പം ഇംഗ്ലീഷ് വെബ് സീരീസ് ഞാൻ ജനറലി തിരഞ്ഞു പിടിച്ച് കാണാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കാർട്ടൂൺസ് എന്താണെങ്കിലും ഞാൻ ഒരു മിസ്റ്ററി എലമെൻ്റുള്ള സാധനമായിരിക്കും എപ്പോഴും എടുക്കുക. ഒരു മിസ്റ്ററി, സൂപ്പർ നാച്ചുറൽ, ലിറ്റിൽ ബിറ്റ് ഓഫ് ഹൊറർ, ആ ഒരു സാധനം. ഐ തിങ്ക് സ്ട്രേഞ്ചർ തിങ്സ് പോലത്തെ സാധനങ്ങൾ എനിക്ക് ജനറലി കൂടുതൽ ഇഷ്ടമാണ് കമ്പയർഡ് ടു അതർ ജാൻറാസ്. മലയാളത്തിലും അങ്ങനത്തെ ഇഷ്ടം പോലത്തെ മൂവീസ് ഉണ്ട്. ഐ തിങ്ക് ആ ഒരു റീസൺ കൊണ്ടാണ് തോന്നുന്നു ദിസ് കൈൻഡ് ഓഫ് ലൈക്ക് ഹിറ്റ്സ് ഡിഫറെൻ്റ്ലി. ഈ ഒരു മൂവീസ് ഐ പേഴ്സണലി ലവ് ദിസ് എ ലോട്ട്. ഭയങ്കര ബഡ്ജറ്റോ അതൊന്നും ഇല്ല, പക്ഷെ ഒരു സ്റ്റോറി ഉണ്ട്. അത് ലൈക്ക് ആദ്യം കുറേ ഡോട്ട്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇതൊന്നും കണക്റ്റഡ് അല്ല. പയ്യെ ഓരോ കണക്ഷൻസ് ഇങ്ങനെ വരാൻ ശ്രമിക്കുന്നു. ആൻഡ് അവസാനം ഒരു ഫുൾ പിക്ചർ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ മൂവിക്ക് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു, അതുകൊണ്ട് ക്ലൈമാക്സ് കൊണ്ട് കൊള്ളാക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സോ thank you so much for recommending this movie. I super love this. So good. So currently നമുക്കുള്ള ഇൻഫർമേഷൻ ഇസ് ദാറ്റ് അപ്പുപിള്ള knows something. അത് എന്താണെന്നറിയില്ല. ആൻഡ് ദാറ്റ് വി നോ ദാറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് ചച്ചു. ആൻഡ് ഓൾസോ ഹീ വാസ് ബേണിങ് സംതിങ്. സോ പ്രോബ്ലി എവിഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെസിഫിക് തിങ് ആയിരിക്കാം. പിന്നെ മറ്റേ ജഗദീഷിൻ്റെ റോൾ എന്താണെന്ന് കറക്റ്റ് മനസ്സിലായിട്ടില്ല ഇതിൽ. പിന്നെ ആ ഒരു ഗണ്ണുമായിട്ട് എന്തോ ബന്ധമുണ്ട്. വെടിപൊട്ടിയാണോ മരിച്ചത് എന്നുള്ളത് ഇസ് അനദർ തിങ്. പുള്ളിക്കാരൻ്റെ മറവി, അത് തുടക്കത്തിൽ തൊട്ടേ ചെറിയ ക്ലൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവസാനം അത് എവിഡൻ്റായി. പക്ഷേ ഇതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തൊക്കെയോ ഇസ് നോട്ട്. കാരണം ഇങ്ങനെയാണ് ക്ലൈമാക്സ് എങ്കിൽ, ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയാണ് ക്ലൈമാക്സ് എങ്കിൽ ഭയങ്കര ഒരു ട്വിസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്തോ സംതിങ് അവസാനം സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തോ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ട്വിസ്റ്റാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് ട്വിസ്റ്റ്. ദിസ് ഈസ് റിയലി നൈസ് മാൻ. ആൻഡ് സിനിമാറ്റോഗ്രഫി അതെല്ലാം. ഇപ്പോൾ കിഷ്കിന്ദ കണ്ടോ എന്ന് പറയുമ്പോൾ ഇതിൽ കുരങ്ങൻ ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ അത് കുരങ്ങൻ സിംബോളിക്കാണ്, റൈറ്റ്? ഇനി ആക്ച്വലി കുരങ്ങനാണോ? ആണോ? ഓക്കെ, വെരി നൈസ്. ഓക്കെ നൈസ് മൂവി. ഇതേപോലത്തെ വേറെ ഏതെങ്കിലും മൂവീസ് ഉണ്ടെങ്കിൽ റെക്കമെൻഡ് ഡൗൺ ദ കമൻറ്റ് സെക്ഷൻ. പാർട്ട് 2 കാണണമെങ്കിൽ ഫൈൻഡ് ഹിറ്റ് ദ തംസ് അപ്പ് ബട്ടൺ ആൻഡ് ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. പാർട്ട് 2 ഉടനെ ഉണ്ടാവും. സോ that will be it. I'm gonna wrap it up for part 1 of Kishkinda Kandam. And I see you guys next video. Good night and goodbye.